തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് കൊല്ലം എം പി എൻ പീതാംബരക്കുറുപ്പിന്റെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ആംബുലൻസിന്റെ പ്രവർത്തനോദ്ഘാടനം എം പി നിർവഹിച്ചു. ₹10 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെ തെന്മല ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. തെന്മല നിവാസികളുടെ വർഷങ്ങളായുള്ള ആഗ്രഹമാണ് ആംബുലൻസിന്റെ വരവോടെ സഫലമായത്. രാത്രികാലങ്ങളിൽ സുഖമില്ലാതാവുന്നവർക്ക് ഇത് ഏറെ പ്രയോജനകരമാകും. പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തി തന്നാൽ രാത്രികാലങ്ങളിൽ ഡോക്ടറുടെ സേവനത്തോടുകൂടി ആശുപത്രി അനുവദിക്കുമെന്ന് എം പി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വളരെയേറെ ദുരിതമനുഭവിക്കുന്ന അതീവ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രദേശമാണ്. ഈ പ്രദേശത്തിന് വേണ്ടി ബഹുമാന്യനായ മുഖ്യമന്ത്രി നേരിട്ട് അനുവദിച്ച മൊബൈൽ ചികിത്സാ സംവിധാനം ഈ പഞ്ചായത്തിൽ തന്നെ നിലനിർത്തുവാൻ ആരോഗ്യ വകുപ്പിന്റെ ഈ ജില്ലയിലെ ചുമതല വഹിക്കുന്നവരോട് ഞാൻ ഏറെ സ്നേഹബഹുമാനങ്ങളോടെ ഇപ്പോൾ അഭ്യർത്ഥിക്കുകയാണ്. അതിൻ പ്രകാരമാണ് നടക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ മുകളിൽ ഒരു സംവിധാനം ഈ സംസ്ഥാനത്ത് വഴിനീളെ ഉണ്ടാകുന്നത് ഉചിതമല്ല. മാത്രവുമല്ല, അതീവ സാധാരണക്കാരായ ആളുകൾക്ക് നൽകുന്ന സംവിധാനങ്ങൾ അധികം ബലമുള്ളവർ കവർന്നെടുക്കുന്നത് ഒട്ടുമേ ന്യായവും അല്ല. ഇക്കാര്യം എനിക്ക് പറയാൻ കഴിയുന്ന മര്യാദകളോടെ ഞാൻ ബന്ധപ്പെട്ടവരോട് ഇന്ന് അറിയിക്കും. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായി. നേരത്തെ പഞ്ചായത്തിലുണ്ടായിരുന്ന ആംബുലൻസ് പുനലൂരിലേക്ക് മാറ്റിയത് ഖേദകരമാണെന്നും എന്നാൽ പുതിയ ആംബുലൻസ് അനുവദിച്ചതിൽ സന്തോഷമുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് അംഗം വി എസ് മണി സ്വാഗതം പറഞ്ഞു. തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ, പഞ്ചായത്ത് അംഗങ്ങളായ വി എം സലീം, ഉഷാകുമാരി, റീന സജീവ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിലെ അഗതി ആശ്രയ പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഓണക്കിറ്റുകൾ എം പി വിതരണം ചെയ്തു. തെന്മല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആനി ട്വിങ്കിൾ തോമസ് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല.